ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയാക്ട് ജെഎസിൽ ഒരു വെതർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള വെതർ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മുടെ ലൊക്കേഷൻ, സിറ്റിയോ കൺട്രി നെയിമോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ USA എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. സെർച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് US ഇന്നത്തെ വെതർ ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ 13.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ കൺട്രിയും റീജിയൻ ഡീറ്റെയിൽസും അതുപോലെ സണ്ണിയാണ്, ഹ്യൂമിഡിറ്റിയും വിൻ ഡീറ്റെയിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ വെതർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് റിയാക്റ്റിൽ നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനു. നമ്മുടെ ഈ ചാനലിൽ വെബ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെയും PHP-ന്റെയും റിയാക്ട് ജെഎസിന്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് റിയാക്ടിന്റെ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഫോൾഡേഴ്സും പ്രൊജക്ട് ഫയൽസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിയാക്ട് പ്രൊജക്ടിന്റെ അണ്ടറിൽ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ വെതർ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ forecast4.jpg എന്നുള്ളത്. പിന്നെ വെതർ ആപ്ലിക്കേഷന്റെ JS-ഉം CSS-ഉം ഫയല് വെതർ ആപ്പ് എന്ന് പറഞ്ഞ നെയിമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ CSS-ന്റെ പോർഷൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് CSS-ന്റെ ഫയൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കമന്റ് സെക്ഷനിൽ ഇത് ആഡ് ചെയ്ത് പിൻ ചെയ്തിട്ടിരിക്കാം. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിയാക്റ്റിൽ ഈ ആപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ബേസിക് ആയിട്ട് ഒരു ഫംഗ്ഷണൽ കോമ്പോണന്റ് വെതർ ആപ്പ് റിയാക്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. app.js ഫയലിൽ വെതർ ആപ്ലിക്കേഷനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വെതർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ടിന്റെ ഹുക്ക് യൂസ് സ്റ്റേറ്റ് എനിക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ API വെതർ ആപ്ലിക്കേഷന്റെ ഒരു API പോയി ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. സോ ഈ ഡാറ്റ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ട് ആക്സിയോസ് ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ആക്സിയോസ് ലൈബ്രറി, എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് റിയാക്ടിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്, റിയാക്ടിന്റെ ഹുക്സിന്റെ ഒക്കെ ബേസിക് സെക്ഷനിൽ ഓൾറെഡി നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. JXSE സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെതർ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇത് നമ്മുടെ എൻ്റയർ പേജിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനെ ആദ്യം 2 ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് നമ്മുടെ സെർച്ച് ഫോമും രണ്ടാമത്തത് നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവിഷനും. അപ്പൊ ഞാൻ സെർച്ച് ഫോമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമിൽ 2 കൺട്രോൾസ് ആണുള്ളത്. ഒന്ന് നമ്മൾ ലൊക്കേഷനെയും ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സും രണ്ടാമത്തത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണും. ഇവിടെ ഒരു ഡിവിഷനും ഒരു ഫോമും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിവിഷന്റെ ക്ലാസ് നെയിം സെർച്ച് ഫോം കണ്ടെയ്നർ ആണ്. CSS-ന്റെ ഫയലിൽ ഓൾറെഡി ഈ ക്ലാസ് നെയിം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നോർമൽ HTML-ന്റെ ഫോമാണ്. പിന്നെ ഫോമിന്റെ ഓൺ സബ്മിറ്റിൽ ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്യൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഡിവിഷനും ഫോമും ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ അകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻപുട്ട് ബോക്സും ബട്ടണും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ടൈപ്പ് ടെക്സ്റ്റ് ബോക്സ് ആണല്ലോ. പിന്നെ ഒരു പ്ലേസ് ഹോൾഡറും കൂടെ കൊടുക്കുകയാണ്. എൻ്റർ സിറ്റി എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഇവിടെ ആവശ്യമുണ്ട് അല്ലേ? കാരണം യൂസർ ടെക്സ്റ്റ് ബോക്സിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ വേണം ഇത് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ ഞാൻ യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ട് ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് 3 സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി സിറ്റിയാണ്. അതായത് ഈ ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ കൺട്രിയോ സിറ്റിയോ നെയിം എൻ്റർ ചെയ്യുന്നത് നമ്മൾ ഫെച്ച് ചെയ്തിട്ടാണ് API റിക്വസ്റ്റിന് പോകുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് പ്രോപ്പർട്ടി സിറ്റിയും തന്നെയാണ് കൊടുക്കുന്നത്. സിറ്റി. അതിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം ഈക്വൽ ടു ഇട്ടിട്ട് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുന്നു. ഇനിഷ്യൽ വാല്യൂ empty ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഈ സിറ്റി കൊണ്ടുപോയി നമ്മുടെ API റിക്വസ്റ്റ് ചെയ്ത് ആ റിക്വസ്റ്റിൽ നമുക്കൊരു ഡാറ്റ റിട്ടേൺ വരൂലേ, ആ ഡാറ്റനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഞാൻ വെതർ ഡാറ്റ ആയതുകൊണ്ട് വെതർ എന്നാണ് ഡാറ്റ നെയിം കൊടുക്കുന്നത്. സെറ്റ് വെതർ എന്നാണ് ഫംഗ്ഷൻ നെയിം. ഇനി നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന API റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നള്ളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി API റിക്വസ്റ്റിൽ എന്തെങ്കിലും എറർ ആണ് വരുന്നതെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി എറർ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ നെയിം സെറ്റ് എറർ എന്ന് കൊടുക്കുന്നു.
അഗൈൻ യൂസ് സ്റ്റേറ്റിനെ കോൾ ചെയ്ത് ഇനിഷ്യൽ വാല്യൂ എം ടി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഈ 3 സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് മതി. ഈ 3 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബോക്സിലേക്ക് തിരിച്ചു വരുവാണ്. ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ ആയിട്ട് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിന്റെ ഓൺ ചേഞ്ച് ഇവന്റ് ഹാൻഡിൽ ചെയ്യണം അല്ലേ? ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? ഞാനൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. നമുക്കറിയാം ഓൺ ചേഞ്ച് ഇവന്റിന്റെ പാരാമീറ്റർ ആ ഇവന്റിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സിറ്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ സിറ്റിന്റെ സെറ്റ് സിറ്റിയാണ്. അതിനെ കോൾ ചെയ്തിട്ട് ഇ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് യൂസർ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് എക്സിറ്റ് ആവുമ്പോൾ, അതായത് ഓൺ ചേഞ്ച് ഇവന്റ് വരുന്ന സമയത്ത് ഈ സിറ്റി എന്ന് പറഞ്ഞ വേരിയബിളിന്റെ നെയിം ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഈ സിറ്റി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പ്രോപ്പർട്ടി വേരിയബിളിന്റെ നെയിം യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തോളും. ഓക്കെ, അതായത് കോമ്പോണന്റ് റെൻഡർ ആയി. അടുത്ത നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഒരു ബട്ടൺ ആണ്, സെർച്ച് ബട്ടൺ. സെർച്ചും തന്നെയാണ് ഞാൻ ബട്ടന്റെ ക്യാപ്ഷൻ നെയിം കൊടുക്കുന്നത്. പിന്നെ ടൈപ്പ് എന്തായിരിക്കും? സബ്മിറ്റ് ബട്ടൺ. കാരണം നമ്മൾ ഫോമിന്റെ സബ്മിറ്റ് ഇവന്റിലാണ് API റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോമിനെ സബ്മിറ്റ് ചെയ്യണം അല്ലെ? അതായത് ഈ സബ്മിറ്റ് ഫംഗ്ഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതൊരു ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പാരാമീറ്റർ അഗെയിൻ ഇവന്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അൺവാണ്ടഡ് ആയിട്ട് പേജ് റിഫ്രഷ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്, ഫെച്ച് വെദർ എന്ന് പറഞ്ഞ്. ഈ ഫംഗ്ഷനിലാണ് നമ്മൾ API റിക്വസ്റ്റിന്റെ കോഡ് എഴുതുന്നത്. ഇനി വെദർ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓപ്പൺ സോഴ്സ് വെദർ API ആണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ആ URL കയറിയിട്ട് ആദ്യം സൈൻ അപ്പ് ചെയ്ത് ഒരു API കീ ജനറേറ്റ് ചെയ്യണം. കാരണം നമ്മൾ HTTP റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെർച്ച് ചെയ്യുന്ന പാരാമീറ്ററിന്റെ കൂടെ API കീയും കൂടി ഉണ്ടെങ്കിലേ വെദർ ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വരുള്ളൂ. അപ്പൊ ഈ APIന്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഒരുപാട് APIs ഉണ്ട് കേട്ടോ നമുക്ക് വെദർ ഡാറ്റ തരുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാമ്പിൾ ആയിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫെച്ച് വെദർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. ഇതിന്റെ പാരാമീറ്റർ ആയിട്ട് സിറ്റിയാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാരാമീറ്റർ സിറ്റി ആണല്ലേ. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം API കീ ജനറേറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആണ്. ആ URL കയറിയിട്ട് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡ് ഒക്കെ കൊടുത്ത് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ കീ കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മുടെ കോഡിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ആക്സിയോസിന്റെ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് ഈ API റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ആക്സിയോസ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഈ ഗെറ്റ് ഫംഗ്ഷന്റെ അകത്ത് നമ്മുടെ URL കൊടുക്കുക. ഇതാണ് എന്റെ URL. ഇവിടെ നമ്മൾ URL api.weather.api.com ഇതാണ് ആ APIന്റെ URL. ഇതിന്റെ കൂടെ 2 പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ API കീ കൊടുക്കണം, അതുപോലെ സിറ്റിയും സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സെർച്ച് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണോ അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. ആക്സിയോസിൽ നമുക്കറിയാം ഈ API റിക്വസ്റ്റ് സക്സസ് ആവുകയാണെങ്കിൽ ദെൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാച്ച് പോർഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം ദെന്നിനെ ഡിഫൈൻ ചെയ്യുവാണ്. ദെന്നിന്റെ അകത്തൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ റെസ്പോൺസ് എടുക്കുന്നു. അപ്പൊ സക്സസ് ആവുകയാണെങ്കിൽ സെറ്റ് വെദർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വെദറിനെ സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് റെസ്പോൺസ് ചെയ്യുന്ന ഡാറ്റേനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? എററിനെ നള്ളായിട്ട് സെറ്റ് ചെയ്യാം. സക്സസ് ആയല്ലോ. ഇനി ഇൻ കേസ് API റിക്വസ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിലോ ക്യാച്ചിന്റെ പോർഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്യാച്ചിൽ ഒരു എറർ ഒബ്ജക്റ്റ് വരും. ഇവിടെ നമ്മൾ സെറ്റ് എറർ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കുക. എറർ മെസ്സേജ്
ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കുക എറർ മെസ്സേജ് ആയിട്ട്. ഞാനിവിടെ സിറ്റി നോട്ട് ഫൗണ്ട് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ വെദറിനെ സെറ്റ് ചെയ്യുന്നത് നള്ളാക്കി കൊടുക്കുക, കാരണം റിക്വസ്റ്റ് ഫെയിൽ ആയല്ലോ. അപ്പൊ API റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്കിവിടെ സക്സസ്ഫുൾ ആയിട്ട് ഡാറ്റ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഡാറ്റ ഒന്ന് കൺസോൾ ചെയ്തിട്ട് ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മൾ പാർഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം കൊടുത്ത ആ ഒരു ഡാറ്റയിലെ USA എന്നാണ് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്യുവാണ്. ഇനി നമ്മൾ കൺസോൾ എടുത്ത് നോക്കാം. കൺസോൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് റിട്ടേൺ വന്നിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് എഡിറ്ററിൽ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമുക്ക് ആ API റിക്വസ്റ്റ് റിട്ടേൺ വരുന്ന ഒബ്ജക്റ്റ്. ഇതിൽ മെയിൻ ആയിട്ട് 2 നോഡ് ഉണ്ട്, ഒരു ലൊക്കേഷനും ഒരു കറന്റ് നോഡും. ലൊക്കേഷൻ നോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റിയോ കൺട്രീന്റെയോ നെയിം, അതിന്റെ റീജിയൻ, സിറ്റി നെയിം, ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, പിന്നെ അതിന്റെ ലോക്കൽ ടൈം, ഡേറ്റ്, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി കറന്റ് നോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വെതർ കണ്ടീഷൻ, അത് സണ്ണി ആണോ അല്ലെങ്കിൽ ക്ലൗഡി ആണോ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ ഐക്കൺ ഉണ്ടാവും. ഈ ഐക്കൺ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വെതറിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പം ഈ ഐക്കണിന്റെ URL യൂസ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കൂടാതെ ടെമ്പറേച്ചർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഈ JSON ഉണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഞാൻ ഈ console.log ഒന്ന് റിമൂവ് ചെയ്യാണ്, നമുക്ക് ഇതിന് ആവശ്യമില്ലല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ സെർച്ച് ഫോം വരെയാണല്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെർച്ച് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് ഡാറ്റ റിട്ടേൺ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യണം. അതായത് വെതർ കാർഡ് ആണ് അടുത്തത് ഡിസൈൻ ചെയ്യേണ്ടത്. സെർച്ച് ഫോമിന് പാരലൽ ആയിട്ട് സെർച്ച് ഫോം റൈറ്റ് സൈഡിലും വെതർ കാർഡ് ലെഫ്റ്റ് സൈഡിലും വരുന്ന പോലെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഡിവിഷന് പാരലൽ ആയിട്ട് ഒരു ഡിവിഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് നമ്മൾ 2 ഡിവിഷൻ പാരലൽ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യും, ഐക്കൺ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വെതർ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവിഷൻ. അതിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ഡിവിഷനെ പിന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് നമ്മൾ ടെമ്പറേച്ചർ, പിന്നെ കൺട്രി, ലൊക്കേഷൻ ഡീറ്റെയിൽസും വെതർ കണ്ടീഷൻ ഡീറ്റെയിൽസും ആണ് കൊടുക്കുന്നത്. അത് ഞാനിവിടെ ഓൾറെഡി ഡിസൈൻ ചെയ്തത് പേസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ സെർച്ച് ഫോം ഡിവിഷൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തില്ലേ. ഈ ഡിവിഷന് പാരലൽ ആയിട്ട് ഒരു വെതർ കാർഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ CSS ക്ലാസ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് 2 പാരലൽ ഡിവിഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐക്കണിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവിഷൻ ആണ്. അപ്പൊ വെതർ ഐക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്തൊരു ഇമേജ് ടാഗ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇമേജ് ടാഗിൽ സോഴ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ JSON-ൽ കിട്ടുന്ന ആ ഒരു ഐക്കൺ URL ആണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ കറന്റ് എന്ന് പറഞ്ഞ ഐക്കണിന്റെ അകത്ത് കണ്ടീഷന്റെ അകത്ത് ഒരു ഐക്കൺ എന്ന് പറഞ്ഞ URL ഉണ്ടാവില്ല. ഇപ്പൊ വെതറിന്റെ സ്റ്റാറ്റസ് ബേസ് ചെയ്തിട്ട് അപ്പൊ വെതറിൽ, കറന്റിൽ, കണ്ടീഷനിൽ ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഇമേജിന് ഒരു വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് URL സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആദ്യം ഞാൻ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ടെമ്പറേച്ചർ ഈ JSON-ൽ എവിടെയാണ് ഉണ്ടാവുക? അഗൈൻ ഈ കറന്റ് നോഡിൽ ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ടെമ്പറേച്ചർ ഉണ്ട്. അതിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എടുത്തിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെതർ കാർഡ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നർ ഡിവിഷന്റെ അകത്ത് ഒരു കാർഡ് ഡിവിഷൻ ഉണ്ട്. ഇതിന്റെ അകത്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ആദ്യം ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെതർ ടെമ്പ് ആണ് അതിന്റെ ക്ലാസ് നെയിം. weather.current.temp ഇതാണ് അതിന്റെ ലൊക്കേഷൻ. നമ്മളിപ്പോ കണ്ടില്ലേ, ഡിഗ്രി സെൽഷ്യസ് അതിന്റെ യൂണിറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പാരലൽ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്ന് ലൊക്കേഷന് വേണ്ടിയിട്ടും ഒരു കണ്ടീഷന് വേണ്ടിയിട്ടും. ഈ ലൊക്കേഷന് വേണ്ടിയിട്ടുള്ള ഡിവിഷനകത്ത് ഒരു പാരഗ്രാഫ് ടാഗിന്റെ അകത്ത് കൺട്രി നെയിം, റീജിയൻ നെയിമും ലോക്കൽ ടൈമും കൊടുക്കുന്നു. അത് നമ്മൾ കണ്ടില്ലായിരുന്നോ, ഈ JSON-ന്റെ അകത്ത് ലൊക്കേഷന്റെ അകത്ത് നെയിം, റീജിയൻ, കൺട്രി, ലോക്കൽ ടൈം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് 2 പാരഗ്രാഫ് ടാഗ് ലൊക്കേഷൻ ഡിവിഷന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണ്ടീഷന്റെ അകത്ത്, അതായത് വെതർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. വെതർ കണ്ടീഷന്റെ അകത്ത് ആദ്യം നമ്മൾ വെതറിന്റെ സ്റ്റാറ്റസ് എവിടെയാണ് ഉണ്ടാവുക? കറന്റ് ടാഗിന്റെ അകത്ത്. കണ്ടീഷന്റെ അകത്ത് ടെക്സ്റ്റ്, നമ്മൾ ഐക്കൺ എടുത്ത സെയിം സ്ഥലത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഹ്യൂമിഡിറ്റി കറന്റിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമിഡിറ്റിയും അതുപോലെ വിൻഡും ഉണ്ടാവും.
ഇത് മനസ്സിലായല്ലേ? ഈ കോഡും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ, റിയാക്ടിന്റെ കോഡും. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കൊടുത്ത എക്സാമ്പിൾ സെയിം തന്നെ USA സെറ്റ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിക്കുക. ഇവിടെ യുഎസിന്റെ ഇന്നത്തെ വെതർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 23°C. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്, അതിന്റെ സിറ്റി, ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ വെതർ സ്റ്റാറ്റസ് സണ്ണി ആണ്, ഹ്യൂമിഡിറ്റി ഒക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ ഒരു ജില്ല കൊടുക്കാം, കൊല്ലം എന്ന് കൊടുക്കാം. എന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ കൊല്ലത്തിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. മിസ്റ്റ് ആണ്. പിന്നെ ടെമ്പറേച്ചർ 29° വന്നിട്ടുണ്ട്. കൊല്ലം ഡേറ്റ് ആൻഡ് ടൈമും ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വയനാട്ടിലെ കൽപ്പറ്റ ഒന്ന് കൊടുത്തു നോക്കിയാലോ. കേരളത്തിലൊക്കെ ഇപ്പൊ നല്ല മഴയല്ലേ, ഇവിടെ ലൈറ്റ് റെയിൻ വന്നിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചറും ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. CSS അതുപോലെ റിയാക്ടിന്റെ കോഡും വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്